Hello dear learners! In this video, we are going to discuss the poem A Valediction Forbidding Morning written by John Donne. So this is one of the important poem written by John Donne. So let's get into the poem, right? A Valediction Forbidding Morning. The poem was published posthumously in 1633 in the poem collection Songs and Sonnets. So the poem was published posthumously. ജോൺ ഡണ്ണിൻ്റെ മരണശേഷമാണ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതാണ് പോസ്റ്റ്ഹുമസ്ലി എന്ന് വെച്ചാൽ. So John Donne lived in the year 1572 to 1631. He was an English metaphysical poet. So who is a metaphysical poet? ഒരുപാട് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഒക്കെ വെച്ചിട്ട് പോയം എഴുതുന്നവരെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന് പറയാം. ജോൺ ഡൺ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മെറ്റാഫിസിക്കൽ പോയറ്റ്. ആൻഡ് വാട്ട് ഇസ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്? ഒരു പോയറ്റ് ഒരുപാട് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഹീ ഈസ് എ പാർട്ട് ഓഫ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഹീ ഈസ് എ മെറ്റാഫിസിക്കൽ പോയറ്റ്. സോ വാട്ട് ഈസ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്? നമ്മളുടെ ഇമോഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു മോറൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഒബ്ജക്റ്റിനോടൊക്കെ കമ്പയർ ചെയ്യുക, അങ്ങനെ ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി ഓഫ് കമ്പാരിസണും എക്സ്പ്ലനേഷനും ഒക്കെ ഉള്ളൊരു പോമാണ്. ഒരു അങ്ങനത്തെ ഒരു രീതിക്കാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് പോം ജോൺ ഡൺ ഇസ് കമ്പയറിങ് ലവ് ടു എ കോമ്പസ്. ഓക്കെ, can you imagine how love and compass can be compared or related? So it is something different, right? So he's connecting a spiritual thing like love to something on object, some object. Okay. So the theme of this poem is separation in love. So lovers are getting separated. Let's look how they are getting separated when we go through the poem. Okay, so the form and structure of the poem is like it consists of 9 stanzas and 4 lines each. Total 36 lines. 9 stanzയുള്ള പോംസ് ആയിട്ടാണ് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോം ഉള്ളത്. യൂസ് ചെയ്തിരിക്കുന്ന മീറ്റർ ആംബിക് ടെട്രാമീറ്റർ ആണ്. റൈം സ്കീം എ ബി റൈം സ്കീമാണ്. അപ്പോൾ 4 ലൈൻസ് ഉള്ള 9 സ്റ്റാൻസസ് ആയിട്ടാണ് ഈ ഒരു പോം ഉള്ളത്. And John Donne addresses this poem to his wife Anne More before he leaves for a trip to continental Europe. അപ്പോൾ ജോൺ ഡണ് യൂറോപ്പിലേക്ക് ഒരു യാത്ര പോകുന്നതിന് മുന്നേ വൈഫ് ആൻ മോറിനോട് പറയുന്നത് പോലെയാണ് ഈ ഒരു പോം ഉള്ളത്. ജോൺ ഡൺ അദ്ദേഹത്തിൻ്റെ വൈഫ് ആൻ മോറിൻ്റെ അടുത്ത് ആൻ മോറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവളോട് പറയുന്നതാണ് ഈ ഒരു പോം. ഓക്കെ, സോ നൗ വിൽ ഗെറ്റ് ഇൻ ടു ദ പോം. So as I told, there are 9 stanzas. So we'll go through stanza by stanza. Okay. So the first stanza. As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now, and some say, no. So the wise men face death gracefully. അപ്പം എന്താ ഈ ഒരു പോയിന്റിൻ്റെ ലൈൻസിൽ പറയുന്നത്? ദ വിർച്വസ് മെൻ പാസ് മൈൽഡ്ലി അവേ. വയസ്സായിട്ടുള്ളവർ, നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ മരണത്തിന് അവർ ഗ്രേസ്ഫുള്ളി, വളരെ ലൈറ്റായിട്ടാണ് അവർ മരണത്തിനെ കാണാം. ഓക്കെ, ഇറ്റ് സീംസ് ദേ ദംസെൽസ് വിസ്പർ ദേ സോൾസ് ടു ഡിപ്പാർട്ട്. വളരെ വിസ്പർ ചെയ്തിട്ട് അവരവരുടെ സോൾസിനോട് എന്താ പറയുക, നിലവിളിച്ച് കരഞ്ഞല്ലാതെ വളരെ പൊളൈറ്റായിട്ടാണ് അവർ ഡിപ്പാർട്ട് ചെയ്ത് യാത്ര പറഞ്ഞു പോകുന്നത്. ഒരു വൈസ് മെൻ മരിച്ചു പോകുന്നത്. Their passing away is so gentle that the sad friends around them cannot decipher whether they are still alive or dead. അത്രയും സൈലൻറ്റ് ജെൻറ്റിലായിട്ടാണ് വൈസ് മെൻ പാസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക. അപ്പോൾ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ അത്രയും സൈലൻ്റ് ആൻഡ് ജെൻറ്റിലായിട്ടാണ് വിർച്വസ് മെൻ അല്ലെങ്കിൽ വൈസ് മെൻ പാസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സോ ഓരോ സ്റ്റാൻസയിലും ചെറിയൊരു എക്സ്പ്ലനേഷനും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ പറഞ്ഞു ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഇൻ ലവ് ആണ്. അപ്പോൾ എന്തിനായിരിക്കും വൈസ് മെന്നിനെ പറ്റി പറയുന്നത് അല്ലേ?
Let's go to the next stanza. So let us melt and make no noise, no tears flood, nor sigh tempest move. 'Twere profanation of our joys to tell the lady our love. എന്താ പറയുന്നത്? വൈസ് മെന്ന് വളരെ ജെൻറ്റിലായിട്ടാണ് അവർ പാസ് ചെയ്ത് പോവാം, ഡെത്തിനെ ഫേസ് ചെയ്യുക. അതുപോലെ സിമിലർലി മൈ ഡിയർ ലവ് ലെറ്റ് us പാർട്ട് വിത്തൗട്ട് മേക്കിംഗ് നോയ്സ്. വൈസ് മെന്നൊക്കെ മരണപ്പെട്ട് പോകുന്നത് പോലെ അത്രയും ലൈറ്റായിട്ട് സൈലൻ്റായിട്ട് നോയ്സ് ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് പാർട്ട് ചെയ്യാം. ഓക്കെ, സോ ജോൺസൺ ഈസ് ഗോയിങ് അവേ ഫ്രം ഹിസ് വൈഫ്. അപ്പം അവർ പിരിയുന്നതിൻ്റെ ഒരു വിഷമം ഇല്ലാതെ എല്ലാം സഹിക്കാൻ വേണ്ടിയിട്ട് ഭാര്യൻ്റെ അടുത്ത് തന്നെ പറയാണ്. ഓക്കെ, ലെറ്റ് us നോട്ട് ക്രൈ ആൻഡ് ക്രിയേറ്റ് എ ഫ്ലഡ് ആസ് വി പാർട്ട്. നമ്മൾ ദൂരെ പോകുമ്പം കരയാതിരിക്കാനും അല്ലേ. No, it would be an insult of our joys to tell the ordinary men about our pure love, beautiful relationship. അങ്ങനെ കരയൊക്കെ ചെയ്താൽ to a profanation of our joys to tell late our love എന്ന് പറഞ്ഞാൽ ഓർഡിനറി മെന്നെ നമ്മളുടെ ലവിനെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്ന്. ഓക്കെ, അത് നമുക്കൊരു ഇൻസൾട്ട് ആയിരിക്കും എന്നൊക്കെ പറയാം. ഓക്കെ, സോ വി ഹാവ് ടു ഡിപ്പാർട്ട് വെരി സൈലൻ്റ്ലി. കരഞ്ഞ് നിലവിളിച്ചൊന്നും അല്ലാതെ സമാധാനമായിട്ട് സൈലൻ്റായിട്ട് നമുക്ക് സെപ്പറേറ്റഡ് ആവണം. എനിക്ക് പോവണം, പോയിട്ട് വരാനുണ്ട് എന്നുള്ള രീതിയിൽ ഭാര്യയുടെ അടുത്ത് പറയുകയാണ് ജോൺസൺ. നെക്സ്റ്റ് സ്റ്റാൻസ. മൂവിങ് ദ എർത്ത് ബ്രിങ്സ് ഹാർംസ് ആൻഡ് ഫിയേഴ്സ്. Men reckon what it did and meant, but trepidation of the spheres, though greater far, is innocent. So എന്താ പറയുന്നത്? മൂവിങ് ഓഫ് എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ്. ഓക്കെ, എർത്ത് മൂവ് ചെയ്യുമ്പം ഹാംസും ഫിയേഴ്സും ഡിസാസ്റ്ററൊക്കെ സംഭവിക്കുന്നു അറിയാം. ഓക്കെ, എർത്ത് ക്വേക്സ് കോസ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് പീപ്പിൾ ടോക്ക് അബൌട്ട് ദി ട്രെമേഴ്സ് ഫോർ ഡേയ്സ്. അപ്പം ആ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ പറ്റി പീപ്പിൾ ഒരുപാട് ദിവസം സംസാരിക്കും. ബട്ട് ഗ്രേറ്റർ മൂവ്മെൻറ്റ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ യൂണിവേഴ്സ് വിത്തൗട്ട് എനി നോയ്സ്. പക്ഷേ എർത്ത് ക്വേക്കിനേക്കാളും ഉള്ള നോയ്സുകൾ, ഫോർ എക്സാമ്പിൾ എർത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ പക്ഷെ നമ്മൾ അറിയുന്നുണ്ട് എർത്ത് മൂവ് ചെയ്യുന്നത് ഇല്ല, വളരെ സൈലൻ്റ് ആയിട്ട് നോയ്സ് ഉണ്ടാക്കാതെയാണ് എർത്ത് മൂവ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻറ്റ് യെറ്റ് ഇന്നസെൻറ്റ്, ദാറ്റ്സ് ഹൗ അവർ ലവ് ഇസ്. സിഗ്നിഫിക്കൻ്റ് ആണ് പക്ഷെ ഇന്നസെൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് എർത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ, പക്ഷെ വളരെ ഇന്നസെൻ്റ് ആണ്. ഓക്കെ, അതുപോലെയാണ് നമ്മളുടെ ലവ്, അതുപോലെയാണ് നമ്മുടെ പ്രണയം എന്നാണ് ജോൺസൺ വൈഫിൻ്റെ അടുത്ത് പറയുന്നത്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ, റൈറ്റ്? ഹി കമ്പയർസ് ഹിസ് ലവ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് എർത്ത്. സോ ദീസ് ആർ ദ മീനിങ് ഓഫ് ദീസ് ലൈൻസ്. നൗ നെക്സ്റ്റ് സ്റ്റാൻസ. Dull sublunary lovers love, whose soul is sense, cannot admit absence, because it doth remove those things which elemented it. Okay, so sublunary എന്ന് വെച്ചാൽ ലൂണാർ എന്നൊക്കെ പറയുക നമ്മൾ മൂണിനാണ്. സോ സബ് ലൂണറി മീൻസ് മൂണിൻ്റെ താഴെയുള്ള എർത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. സബ്ലൂണറി മീൻസ് എർത്ത്. സോ ഡൾ സബ്ലൂണറി മീൻസ് ഒരു ബോറിങ് ഡള്ളായിട്ട് നിൽക്കുന്ന. സബ്ലൂണറി ലവേഴ്സ് മീൻസ് earthly lovers, എർത്തിലുള്ള ലവേഴ്സ്. സോ ബോറിങ് earthly lovers whose souls are physical can't face separation. Why? അപ്പോൾ എർത്തിലുള്ള സാധാരണയായ ലവേഴ്സൊക്കെ അവരുടെ സോൾസ് ഫിസിക്കലാണ്, അവർക്ക് സെപ്പറേഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് വൈ? ബിക്കോസ് ദ ബേസ് ഓഫ് ദെയർ ലവ് ഇസ് സെൻഷ്യസ് ആൻഡ് ഫിസിക്കൽ. കാരണം അവരുടെ പ്രണയത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ബട്ട് യു ആൻഡ് ഐ ആർ ബിയോണ്ട് സബ്ലൂണറി. പക്ഷെ നമ്മൾ ബിയോണ്ട് സബ്ലൂണറി ആണ്, ഏർത്ത്ലി അല്ല എന്ന് പറയുകയാണ്. വി ആർ ബിയോണ്ട് ദാറ്റ്. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഹി ഡിസ്ക്രൈബ്സ് അബൌട്ട് ലവ് അല്ലേ. ബട്ട് വി ബൈ ലവ് ഇസ് സോ മച്ച് റിഫൈൻഡ് that ourselves know not what it is, in the azure of the mind, careless eye, lips and hands to miss. But our love is very polished. പക്ഷെ നമ്മളുടെ പ്രണയം വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, അത്രയും പെർഫെക്റ്റ് ആണെന്ന് പറയാം. I myself am surprised to feel the mingling of our minds. Okay, that ourselves know not what it is എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ സർപ്രൈസ്ഡ് ആണ് അവരുടെ മൈൻഡുകൾ തമ്മിലുള്ള മിംഗ്ലിങ്. ഓക്കെ,
അതൊക്കെ കാണുമ്പം. സോ മച്ച് ദാറ്റ് വി ഹാർഡ്ലി കെയർ ഓഫ് അവർ ഫിസിക്കൽ പ്രോക്സിമിറ്റി. അവരുടെ ഫിസിക്കൽ പ്രോക്സിമിറ്റി, ഫിസിക്കൽ ക്ലോസ്നെസ്സിനേക്കാളും ഒക്കെ അതിനപ്പുറമാണ് അവരുടെ മൈൻഡുകൾ തമ്മിലുള്ള അടുപ്പം എന്നൊക്കെ പറയുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. Our two souls, therefore, which are one, though I must go, endure not yet. A breach, but an expansion like gold to airy thinness beat. Okay. So, therefore, when I go away from you, our souls will not break. Our souls, our two souls, therefore, which are one. അവരുടെ രണ്ടുപേരുടെയും സോള്, ആത്മാവ് ഒറ്റ ഒന്നാണ്. ആൻഡ് അത് ബ്രേക്ക് ചെയ്യൂല. Rather, they will expand just like gold, which expands even after infinite beatings. പക്ഷേ എ ബ്രീച്ച് ബട്ട് എൻ എക്സ്പാൻഷൻ, അത് ഒരു എക്സ്പാൻഷനാണ് അവിടെ സംഭവിക്കുക നമ്മളുടെ സോളിന്. എങ്ങനെയാ? ഗോൾഡ് എത്ര ബീറ്റ് ചെയ്താലും അതിനെ നമുക്ക് വേണ്ട ഷേപ്പിലേക്കാക്കി മാറ്റാം സ്വർണത്തിനെ. അതിങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു പവനൊക്കെ വെച്ചിട്ട് ഒരുപാട് ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന പരസ്യങ്ങളൊക്കെ കാണാറില്ല നമ്മൾ. അപ്പോൾ ഗോൾഡിന് അത്രയും ഇഴിച്ചു പരത്തി ഒരുപാട് തിന്നായിട്ട് ബീറ്റ് ചെയ്താലും ഇറ്റ് ഡസൻറ്റ് ബ്രേക്ക്, ഇറ്റ് ഓൺലി എക്സ്പാൻഡ്സ്. അപ്പം അതുപോലെ ജസ്റ്റ് ലൈക്ക് ഗോൾഡ് വിച്ച് എക്സ്പാൻഡ്സ് ഈവൻ ആഫ്റ്റർ ഇൻഫിനിറ്റ് ബീറ്റിങ്സ്, ഒരുപാട് അടിച്ചാലും വലുതാകുന്ന ഗോൾഡ് പോലെ, അതുപോലെയാണ് നമ്മളുടെ സോൾ, ആ ലവ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. If they be two, they are two so, as stiff twin compasses are two. Thy soul, the fixed foot, make no show to move, but doth, if the other do. So what is it saying in these lines? If you still insist that we are not one but two, നമ്മൾ ഒറ്റ സോളാണെന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ സ്റ്റാൻസയിൽ. അപ്പോൾ ഇപ്പോൾ ഇനി പറയുകയാണ് നമ്മൾ രണ്ട് സോളല്ല, നമ്മൾ ഒരു സോളല്ല, നമ്മൾ രണ്ടാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, വി ആർ ടു. ഓക്കെ, നമ്മൾ ഒറ്റ സോളല്ല രണ്ടാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, വി ആർ ടു. ദ ടു ഫീറ്റ്സ് ഓഫ് എ സിംഗിൾ കോമ്പസ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ടു? ഒരു കോമ്പസിൻ്റെ രണ്ട് കാലുകൾ പോലെ. ദ ടു ഫീറ്റ്സ് ഓഫ് എ സിംഗിൾ കോമ്പസ്. യു ആർ ദ ഫിക്സഡ് ഫൂട്ട്. അതിൽ കോമ്പസിൻ്റെ ഒരു കാല് നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുമല്ലോ സർക്കിളൊക്കെ വരക്കാൻ. അതിൽ ആ ഫിക്സഡ് ഫൂട്ട് എന്ന് പറയുന്നത് യു ആർ ദാറ്റ്. വൈഫാണ് ഫിക്സഡ് ഫൂട്ട്. വിച്ച് ഹോൾഡ്സ് മീ ഫ്രം ദ സെൻറ്റർ. എന്നെ സെൻറ്ററിൽ നിന്നും പിടിച്ചു നിർത്തുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫൂട്ട് അത് നീയാണ്. വെൻ ഐ മൂവ് യു ഓൾസോ മൂവ് സ്വിഫ്റ്റ്ലി ടു സപ്പോർട്ട് മൈ മൂവ്മെൻറ്റ്. അപ്പം ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീയും സ്വിഫ്റ്റ് ചെയ്യും, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ മൂവ് ചെയ്യുമെന്ന് പറയാം. ഒരു കോമ്പസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും അതാലോചിക്കാം. ഓക്കെ, സോ ഹൗ ബ്യൂട്ടിഫുള്ളി ഹി ഹാവ് കമ്പയർഡ് ഹിസ് സോൾസ് ആൻഡ് ദെയർ ലവ് ടു എ കോമ്പസ്. ഓക്കെ, സോ ദീസ് ആർ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്, ദീസ് ടൈപ്പ് ഓഫ് കമ്പാരിസൺസ്. And though it in the center sit, yet when the other far doth roam, it leans and hearkens after it, and grows erect as that comes home. സോ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ നീയാണ് ആ ഒരു കോമ്പസിൻ്റെ ഫിക്സഡ് ഫൂട്ട് എന്നൊക്കെ. സോ ഇനി പറയാണ് യു ആർ ദ സെൻറ്റർ ഓഫ് ദിസ് കോമ്പസ്. ആ കോമ്പസിൻ്റെ സെൻറ്റർ നീയാണ്. ആൻഡ് മൈ യൂണിവേഴ്സ്. ഓക്കെ, എവിടെ പോയാലും ആ സെൻറ്ററിലേക്ക് തിരിച്ചു വരും. ആ ഒരു യൂണിവേഴ്സ് എൻ്റെ സെൻറ്ററൊക്കെ നീയാണെന്ന് പറയുകയാണ്. ഓക്കെ, വെൻ ഐ ഗോ ഫാർ യു ലീൻ ടുവേർഡ്സ് മീ. ഇനിയും ആ ഒരു കോമ്പസിൻ്റെ കമ്പാരിസൺ ആണ്. കോമ്പസിൻ്റെ ഒരു കാല് ദൂരെ പോകുമ്പം ആ ഫിക്സഡ് കാല് ഇറ്റ് ലീൻ ടുവേർഡ്സ് മീ മീൻസ് എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങും അതിലുണ്ട്, സാഡ്നെസ്സിൽ. Yet become straight again when I return home. പക്ഷേ and it grows erect as that comes home. മറ്റേ ഒരു കാല് ഞാൻ തിരിച്ചിങ്ങനെ നേരെ ആവുമ്പം ആ ഫിക്സഡ് കാല് നേരെ ഇങ്ങനെ നിൽക്കുമല്ലോ കോമ്പസിൻ്റെ. ഓക്കെ, നമ്മൾ കോമ്പസ് വെച്ചൊരു സർക്കിൾ വരക്കുന്നത് ആലോചിക്കാം. അപ്പോൾ തിരിച്ച് ആ ഒരു കാല് തിരിച്ചു വരുമ്പം സെൻറ്ററിൽ ഫിക്സഡ് കാല് നേരെ ആവും. ഓക്കെ, സോ ഇറ്റ് ബിക്കം സ്ട്രെയിറ്റ് വെൻ ഐ റിട്ടേൺ ഹോം എന്ന് പറയുകയാണ്. ഓക്കെ, ഹാപ്പിനെസ് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. Now the last stanza. Such wilt thou be to me who must, like the other foot, obliquely run. Thy firmness makes my circle just,
and makes me end where I begun. അപ്പം എന്താ പറയുന്നത്? Such wilt thou be to me who must like the other foot obliquely run. അപ്പം ഒരു ഫൂട്ട് ഇങ്ങനെ റൺ ചെയ്യാണ്, അപ്പം മറ്റേ ഫൂട്ട് അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. സോ യു ആർ ദ ഫേംനെസ്, ദ സപ്പോർട്ട് ഐ നീഡ്. നീയാണ് എനിക്ക് വേണ്ട സപ്പോർട്ടിന്. ബിക്കോസ് യുവർ സ്ട്രോങ് ഹോൾഡ് അറ്റ് ദ സെൻറ്റർ. ആ ഒരു കോമ്പസ് ഒക്കെ സെൻറ്ററിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ആ ഒരു സ്ട്രോങ് ഹോൾഡ് നീയാണ്. ഐ വിൽ ബി ഏബിൾ ടു ടേക്ക് എ ബിഗ് സർക്കിൾ. ഓക്കെ, ഒരു ബിഗ് സർക്കിൾ കോമ്പസിൻ്റെ മറ്റേ ഒരു കാര്യം ഇങ്ങനെ വരച്ചിട്ട് വരാം, പെൻസിലുള്ള ആ ഒരു അറ്റം. സോ ഉദ്ദേശിച്ചത് ഓതർ ഇവിടെ ട്രാവൽ ചെയ്യും, കുറേ ട്രാവൽ ചെയ്യും. ആൻഡ് കം ബാക്ക് ഫ്രം വേർ ഐ ബിഗൺ. പക്ഷെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ ആ സെൻറ്ററിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഡാർലിംഗ് ദെർഫോർ ഡോണ്ട് മോൺ ഐ ലവ് യു. അപ്പം അതുകൊണ്ട് ഇനി കരയണ്ട, മോൺ ചെയ്യണ്ട, സങ്കടപ്പെടണ്ട, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ജോൺ ഡൺ is leaving his wife. Okay, so this is the summary of this poem. So the theme of this poem is separation in love, and John Donne uses metaphysical conceits to compare with his love. And look how beautifully he have compared the holy, that spiritual love. Okay, so that's all for this video. Thank you.